guys, welcome to my second vlog. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ലോഗ് കണ്ടിട്ടുണ്ടാവും ബിക്കോസ് ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ഐ ടിക്ക് യു ഗൈസ് ടു എ ഫെമിലിയർ പ്ലേസ് ലണ്ടൻ. എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് പോയൊരു സ്ഥലത്തായിരുന്നു. സോ ദിസ് ടൈം വി ആർ ഗോയിങ് ടു എ ഡിഫറെൻറ്റ് പ്ലേസ്. അതായത് ഞാൻ ഇതുവരെ പോയിട്ടില്ല. എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. സോ ദിസ് ടൈം വി ആർ ഗോയിങ് ടു ബാത്ത് എന്ന് പറയുന്നത് സിറ്റിയാണ്. സോ കറൻ്റ്ലി നമ്മളിപ്പോൾ ബർമിംഗാണുള്ളത്. ആൻഡ് ബർമിംഗത്തിൽ വി റീച്ച് നാഷണൽ എക്സ്പ്രസ് കോച്ച് സ്റ്റേഷൻ. സോ കോച്ച് വഴി നമ്മൾ ബ്രിസ്റ്റോൾ എത്തി. എന്നിട്ട് ബ്രിസ്റ്റോളിൽ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ബാത്ത് പോകാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. സോ ഐ എം വിത്ത് മൈ ഗേൾസ്. എൻ്റെ കൂടെ കുറച്ച് ഞങ്ങൾ ഗേൾസ് ട്രിപ്പാണ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് പിന്നെന്താ പറയുക, സോ നിങ്ങൾ ഇഫ് യു ഗൈസ് ഹാവൻ സീൻ മൈ ഫസ്റ്റ് വ്ലോഗ്, ഹാവൻ സർവൈവ് മൈ ഫസ്റ്റ് വ്ലോഗ്, നിങ്ങൾക്ക് just a quick reminder, London പോയതിൻ്റെ ഒരു ഫസ്റ്റ് വ്ലോഗ് ഉണ്ട്. പ്ലീസ് ടു വാച്ച് ദാറ്റ് ആൻഡ് പ്ലീസ് ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ് ലൈക്ക് ഹൗ ഡു യു ഗൈസ് ലൈക്ക് ഇറ്റ്. ആൻഡ് വെൽക്കം ടു മൈ സെക്കൻഡ് വ്ലോഗ്. നമ്മുടെ ബസ് നാഷണൽ എക്സ്പ്രസ് 8 മണിക്കാണ്. സോ 8 മണിക്ക് നമ്മൾ അവിടെ ബ്രിസ്റ്റോളിലോട്ടുള്ള ബസ് കയറും. ആൻഡ് ഒരു 1 hour 15 minutes ഓൾമോസ്റ്റ് 9:50 ആകുമ്പോഴത്തേക്കും 9:15 ആകുമ്പോഴത്തേക്കും 9:50 ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 10 o'clock ആകുമ്പോഴത്തേക്കും നമ്മൾ ബ്രിസ്റ്റോൾ എത്തും. അവിടെ നിന്ന് നമ്മൾ ബാത്തിലോട്ട് ട്രെയിൻ ചെയ്യും. ഇപ്പം ബ്രിസ്റ്റോൾ ബസ് സ്റ്റേഷൻ എത്തി. സോ ഓൾമോസ്റ്റ് സമയം 10 മണി. ഇനി ഇവിടുന്ന് ബാത്തിലോട്ട് പോകണം. സോ 2 ഓപ്ഷൻ ഉണ്ട്. ട്രെയിൻ ഉണ്ട്. ട്രെയിനിൽ നമ്മൾ ഇവിടെ നട്ടൊരു ട്രെയിൻ സ്റ്റേഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാത്ത് എന്ന സ്റ്റോപ്പിൽ ഒരു 10-25 മിനിറ്റ് എടുക്കും. പിന്നെ വേറൊരു ഓപ്ഷനും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാബ് പോവാം. ക്യാബ് ഞങ്ങൾ 5 പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നു ക്യാബ് ആയിരിക്കും കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പം ആലോചിച്ചിട്ട് പറയാം. ബൈ. നമ്മളിപ്പം ബ്രിസ്റ്റോൾ കോച്ച് സ്റ്റേഷൻ കഴിഞ്ഞു. ചെറിയ രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിച്ചു. ഇന്ന് നമ്മൾ ഹെഡിങ് ടു ബാത്ത്. അപ്പം നമുക്ക് 2 ഓപ്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞൊരു 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ട്രെയിൻ ആയിരുന്നു. ട്രെയിൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ഒരാൾക്ക് 30 pounds അടുത്ത് വരുന്നുണ്ട്. പറയാനാ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഇടിച്ച് കാണിക്കാനല്ല. സീരിയസ് ആവണ്ട. 1 minute ഉള്ളൂ. ഓക്കെ, പെട്ടെന്ന് പറയാം. 1 minute ഉള്ളൂ ഊബറിന്. സോ ഗൈസ്, നമ്മൾ 2 ഓപ്ഷൻസ് നോക്കി. ഒന്ന് നമുക്ക് ട്രെയിനാണ് കണ്ടത്. പിന്നെ കണ്ട ഓപ്ഷൻ ക്യാബ് ആയിരുന്നു. അപ്പോൾ ട്രെയിൻ നോക്കിയപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ റിട്ടേൺ എടുത്തപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 10 pounds വന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങളിപ്പോൾ 5 പേരുണ്ട്. സോ ബെറ്റർ ടേക്ക് ക്യാബ്. അപ്പം നമ്മൾ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ക്യാബ് ബുക്ക് ചെയ്തു. ഇനിയിപ്പം ബസ് ചെന്നിട്ടാണ്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 11:30. അപ്പോൾ ഞങ്ങളിപ്പോൾ ബാത്ത് എത്തിയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ബാത്ത് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് എന്താ പറയുക നല്ല കാണാൻ നല്ല ഭംഗിയും ഭയങ്കര ഹിസ്റ്റോറിക്കലി ഭയങ്കര റെലവൻറ്റും ആയിട്ടൊരു ടൗൺ ഇൻ ഇംഗ്ലണ്ടാണ്. സോ വി ഹാവ് റീച്ച്ഡ്, ഞാൻ ബർമിംഗം തന്നെ വീണ്ടും പറയാം, ബട്ട് വി ഹാവ് റീച്ച്ഡ് ബാത്ത്. And Bath is considered as one of the heritage sites by UNESCO. So അതിന് കാരണം forest because there are lot of reasons why it is considered as one of the most heritage sites by the UNESCO. അപ്പം ഇതിന്റെ ബാത്തിന്റെ സ്റ്റോറീസ് എന്ന് പറയുന്നത് it lasts for almost about 2000 years back. So it starts from the time when the Romans invaded Britain and captured this place. ആ സമയത്ത് സോ ദർ വർ സം നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ റോമൻസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ബിൽഡ് എ സ്പാ ടൗൺ ബേസ്ഡ് ഓൺ ദാറ്റ്. ആൻഡ് ഈ സ്റ്റോറിയൊക്കെ ആ ഒരു സ്പോർട്സ് ഒക്കെ വരുന്നതനുസരിച്ച് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ലേറ്റർ ഈ റോമൻ എംപയർ ബ്രിട്ടനിൽ ഡിമിനിഷ് ചെയ്തപ്പോഴത്തേക്കും ക്രിസ്ത്യാനിറ്റി സ്റ്റാർട്ടഡ്. ആൻഡ് ക്രിസ്ത്യാനിറ്റി അങ്ങനത്തെ because Christianity started, ഇവിടെ കുറച്ച് മോങ്സ് വന്നു. എന്നിട്ട് അവർ സ്റ്റാർട്ടഡ് എ ചർച്ച്. ആൻഡ് ആ ചർച്ചാണ് ബാത്തബേ. എനിക്ക് ഭയങ്കര മറവി കിട്ടും. സോ ബാത്തബേ ആ ചർച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചൊരു 1700s ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ റീജൻസി എറ അല്ലെങ്കിൽ ജോർജിയൻ എറ വരും. ആ സമയത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടൊരു ഓതർ ഉണ്ട്, ജെയിൻ ഓസ്റ്റൻ. തൻ്റെ ഒരു ലൈഫ് ടൈമിൽ കുറച്ച് കാലഘട്ടം ഇവിടെയാണ് ജീവിച്ചത്. ആൻഡ് സം ഓഫ് ഹെർ ബുക്സ് ആർ ബേസ്ഡ് ഓൺ ദിസ് പ്ലേസ്.
ആൻഡ് നമുക്ക് ഈ പ്ലേസിനെ കുറിച്ച് ലൈക്ക് ഇൻ ഹർ ബുക്ക് പെർസുവേഷൻ അങ്ങനത്തെ കുറേ ബുക്സിലൊക്കെ ഈ ബാത്തിനെ കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട്. ആൻഡ് സം ഓഫ് ലൈക്ക് കുറേ ആർക്കിടെക്ചർ ലൈക്ക് റോയൽ ക്രസൻറ്റ് സർക്കസ് അങ്ങനത്തെ കുറേ പ്ലേസസ് ആ സമയത്താണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ലൈക്ക് ഹിസ്റ്ററി ഇൻ 1700s ഡ്യൂറിങ് ദ റോമൻ എംപയർ ആസ് വെൽ ആസ് ലൈക്ക് അത് കഴിഞ്ഞിട്ട് 4th century ലൈക്ക് അതായത് ഒരു 1000-2000 ഇയേഴ്സ് ഓഫ് ഹിസ്റ്ററി ബാത്തിൽ തന്നെ പറയാനുണ്ട്. ആൻഡ് ഓൾസോ ഈ പ്ലേസിൻ്റെ റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ കുറച്ച് അധികം ആക്കുന്നില്ല. ഈ പ്ലേസിൻ്റെ റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ലൈക്ക് ബ്രിജറ്റൺ സീരീസോ അല്ലെങ്കിൽ ജെയിൻ ഓസ്റ്റൻ്റെ ഏതെങ്കിലും നോവൽസിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസോ സീരീസ് അഡാപ്റ്റേഷൻസോ കാണുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് മൂവി ലൊക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും, ബാത്തിലായിരിക്കും. സോ കുറേ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഇഫ് യു ആർ കീൻ ഇൻ ദോസ് ബ്രിജറ്റൺ അല്ലെങ്കിൽ അങ്ങനത്തെ മൂവീസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ യു വിൽ ഫെമിലിയറൈസ് ദോസ് പ്ലേസസ്. സോ ഇനി നമുക്ക് സ്ഥലങ്ങൾ കാണാം. ഐ തിങ്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് ബാത്ത് അബേ അല്ലെങ്കിൽ റോമൻ ബാത്ത്സ് ആയിരിക്കും. സോ ദ ഹിസ്റ്ററി ഓഫ് ബാത്ത് അബേ അപ്പം പറയാം. Okay guys, നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. സോ ഫസ്റ്റ് ലൊക്കേഷൻ ഇസ് ബാത്ത് അബേ. ബാത്ത് അബേ എന്ന് പറയുന്നത് ബേസിക്കലി അപ്പം ഞാൻ നേരത്തെ കുറച്ച് ഇതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി ക്ലാസ് എടുത്തായിരുന്നല്ലോ. അപ്പോൾ ഹിസ്റ്ററി ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ റോമൻസ് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ കിങ് മോങ്സിന് ഇവിടുത്തെ കിങ് ലൈക്ക് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, ഒരു 1000 years മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ കിങ് ആ സമയം കുറച്ച് മോങ്സിന് ഈ ചർച്ചിൻ്റെ സ്പേസ് കൊടുത്തു. അപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവരൊരു ചെറിയൊരു ചർച്ച് ഇവിടെ ബിൽഡ് ചെയ്തു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചർച്ചായിരുന്നു. ആൻഡ് ക്രിസ്ത്യാനിറ്റി വാസ് ഫ്ലറിഷിങ് ഓവർ ദാറ്റ് ടൈം. സോ ഇറ്റ് വാസ് ലൈക്ക് റിയലി ഗുഡ് ടൈം. ആൻഡ് ഇവിടുത്തെ ആൻഡ് വൺ ഓഫ് ദ മെയിൻ തിങ് ഇസ് ദാറ്റ് ഈ ഹോൾ ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റ് കിങ്ങിൻ്റെ കോർണേഷൻ നടന്നത് ഈ ബാത്ത് അബേ എന്ന് പറഞ്ഞ ചർച്ചിലായിരുന്നു. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചർച്ച് ലൈക്ക് ആൻഡ് ഐ തിങ്ക് ദാറ്റ് വാസ് അറൌണ്ട് ലൈക്ക് 675 സം AD. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സോ ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ഇവിടുത്തെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഷപ്പിന് ഒരു സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചർച്ച് റീബിൽഡ് ചെയ്യണം. അപ്പോൾ പുള്ളിക്കുണ്ടായ വിഷൻ എന്ന് പറയുന്നത് ഏഞ്ചൽസ് ഒരു ലാഡർ വഴി ക്ലൈമ്പിംഗ് അപ്പ് ആൻഡ് ഡൗൺ. സോ ആ വിഷനെ ബേസ് ചെയ്തിട്ട് ഈ ബാത്ത് അബേ എന്ന് പറഞ്ഞ ഈ ചർച്ച് ദേ റീബിൽഡ്. അതാണ് ലൈക്ക് നമുക്കിപ്പോൾ കാണുന്ന ഈ ബാത്ത് അബേ ചർച്ച്. ആൻഡ് ദാറ്റ് വാസ് ഡൺ അറൌണ്ട് ലൈക്ക് 17th and 16th century. ആൻഡ് ഹിയർ വി ഹാവ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് കുറേ സ്റ്റെയിൻഡ് ഗ്ലാസസ് ഉണ്ട്. പിന്നെ ഒരു 212 സ്റ്റെപ്സ് കയറുമ്പം നമുക്ക് സിറ്റി സെൻറ്ററിൽ ഒരു നല്ല വ്യൂ കിട്ടും. സോ ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് ഹിസ്റ്റോറിക് സ്പോട്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് എ സ്റ്റോറി ആൻഡ് ഒരു ഫെയ്ത്തിനെ ബേസ് ചെയ്തിട്ടൊരു കഥയും ഒരു ഹിസ്റ്ററിയും ഉണ്ട്. സോ ദാറ്റ്സ് ലൈക്ക് അവർ ഫസ്റ്റ് സ്പോട്ട്. ആൻഡ് ലെറ്റ്സ് എക്സ്പ്ലോർ ബാത്ത് അബേ. സോ ഗൈസ് നമ്മളിപ്പം ബാത്ത് അബേ എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും വി ക്യാൻ സി ബാത്ത് അബേ. ആൻഡ് അവിടെ നോക്കുമ്പോഴത്തേക്കും വി ക്യാൻ സി റോമൻ ബാത്ത്. ആൻഡ് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ്. സോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബാത്ത് അബേന്ന് അധികം ദൂരമൊന്നും ഇല്ലായിരുന്നു. സോ അത് ബാത്ത് അബേ ആണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ അത് ബാത്ത് അബേ ആണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ റോമൻ ബാത്ത്സ്. റോമൻ ബാത്ത്സിൻ്റെ കഥ പറയാനാണെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് ഒരു നീണ്ടൊരു ഹിസ്റ്ററി ക്ലാസ് എടുത്തില്ലേ. അപ്പോൾ ആ ഹിസ്റ്ററി ക്ലാസ്സിൻ്റെ അകത്ത് റോമൻസ് വന്നു, ഇൻവൈഡ് ചെയ്തു, അതിൻ്റെ കുറേ കഥ പറഞ്ഞില്ലേ. സോ അതിന് തൊട്ട് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടനിൽ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ ഹോട്ട് സ്പ്രിങ്ങിനെ അവർ വർഷിപ്പ് ചെയ്യായിരുന്നു. സോ ദേ വർഷിപ്പ് ബേസ്ഡ് ഓൺ ദർ ഗോഡ്. സുലി എന്ന് പറഞ്ഞ ഒരു ഗോഡിനെ ഇത് ചെയ്തിട്ട് അവർ വർഷിപ്പ് ചെയ്യായിരുന്നു. പക്ഷേ റോമൻസ് ഇവിടെ ഇൻവൈഡ് ചെയ്തപ്പോഴത്തേക്കും റോമൻസിന് ഈ ഹോട്ട് സ്പ്രിങ് കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ അവരുടെ ദൈവമായ ഒരു എന്തായിരുന്നു ദൈവത്തിൻ്റെ പേര് മറന്നുപോയല്ലോ, മിനർവ ദൈവം, അതായത് അവരുടെ ദൈവമായിട്ട് മിനർവ ദൈവത്തിനെയും ഇവരുടെ ഉണ്ടായിരുന്ന ദൈവത്തിനെയും കൂട്ടിക്കലർത്തി ഒരു സുലി മിനർവ എന്ന് പറഞ്ഞൊരു ദൈവത്തിനെ ഉണ്ടാക്കി. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് സോ ദേ സ്റ്റാർട്ടഡ് എ ടെമ്പിൾ ആൻഡ് വർഷിപ്പ് ബേസ്ഡ് ഓൺ ദാറ്റ്. അപ്പം സോ ദേ അവരെന്ത് ചെയ്തു, റോമൻസ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ബാത്ത് സ്പാ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ബാത്ത് സ്പാ എന്ന് പറയുന്നത് ബേസിക്കലി നോട്ട് ജസ്റ്റ്
clean themselves but to purify their soul. അപ്പം ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ്, പ്ലേസ് ഓഫ് ഡിബേറ്റിംഗ് പൊളിറ്റിക്സ്, അങ്ങനത്തെ അവരുടെ ഒരു മെയിൻ ഒരു സ്പോട്ടായിരുന്നു അവരുടെ ഈ റോമൻ ബാത്ത് എന്ന് പറഞ്ഞ ഈ ഏരിയ. എന്നിട്ട് ഇവിടെ മെയിനായിട്ടൊരു സംഭവം ഞാൻ വായിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാഡ് ലൈക്ക് സം കേഴ്സ് പ്ലേറ്റ്സ്. അതായത് ഇവർക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലോ പ്രാർത്ഥന ഉണ്ടെങ്കിലോ എന്തെങ്കിലും നടക്കണമെങ്കിലോ അവർ കുറേ കേഴ്സസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ദേ വുഡ് ലൈക്ക് ത്രോ ഇറ്റ് ഇൻ ടു ദ ബാത്ത്. പിന്നെ വേറെ സംഭവം അവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലൈക്ക് ഓഫറിങ്സ് ആയിട്ട് അവരുടെ ജ്വല്ലറീസ് അതെല്ലാം ത്രോ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ലൈക്ക് ക്രിസ്ത്യാനിറ്റി ഇവിടെ വന്നു. അപ്പോൾ ക്രിസ്ത്യാനിറ്റി ഇവിടെ വന്ന സമയത്ത് ഈ റോമൻസിൻ്റെ ദൈവങ്ങൾ അതിൻ്റെ വർഷിപ്പിൻ്റെ അതിൻ്റെ ഇതെല്ലാം അവർ ഡിമോളിഷ് ചെയ്തു. അത് കഴിഞ്ഞ് കുറേ നാളപ്പം ഈ ഒരു പ്രാക്ടീസ് ഇല്ലായിരുന്നു. പിന്നെ ഒരു 17th 18th സെഞ്ച്വറി ആയപ്പോൾ ആർക്കിയോളജിസ്റ്റ് ഇത് റിക്കവർ ചെയ്ത് ആ ഉള്ള സംഭവമാണ് ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ റോമൻ ബാത്ത്. ോട്ട് പോയായിരുന്നു. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയിലൊരു ചെറിയൊരു മാർക്കറ്റ് കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ കയറി. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കിൻ്റെ ഇതാണ് മാർക്കറ്റ്. ലൈക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് കുറച്ച് വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യാം. ആൻഡ് ഇവിടെ നോക്കുമ്പോഴത്തേക്കും വേൾഡിലുള്ള എല്ലാ സ്ഥലത്തോട്ടും പോകേണ്ട നമ്മൾ അടുത്ത സ്റ്റോപ്പിലോട്ട് പോകാൻ ജസ്റ്റ് 2 minutes എടുക്കും. ആൻഡ് നമ്മൾ വന്ന് ബർമിംഗം ഇവിടെ നോക്കുകയാണെങ്കിൽ വി ഹാവ് ട്രാവൽഡ് ഓൾമോസ്റ്റ് ലൈക്ക് 100 miles ട്രാവൽ ചെയ്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ബാക്കിയുള്ള ലൈക്ക് എല്ലാ മെയിൻ ഡെസ്റ്റിനേഷനുണ്ട്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനും ഇവിടെ കാണിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് 386 miles ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. സോ ഇനി അടുത്ത ബീച്ചിലേക്ക് കാണാം. സോ നമ്മളിപ്പം ബാക്കി തന്നെയുള്ള മോസ്റ്റ് റൊമാൻറ്റിക് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സോ ദിസ് ഈസ് ലൈക്ക് പുട്നി ബ്രിഡ്ജ്. സോ അവിടെ കാണുന്നതാണ് പുട്നി ബ്രിഡ്ജ്. ആൻഡ് ഇവിടെ നമുക്കിപ്പം കാണുന്നതാണ് റിവർ അഗോൺ. ആൻഡ് അവിടെ നമുക്ക് പുട്നി വെയർ എന്ന് പറഞ്ഞ വാട്ടർഫോൾ ഉണ്ട്, ഒരു ചെറിയ വാട്ടർഫോൾ. സോ സം ബ്രിഡ്ജസ് ദേ ആർ ബിൽഡ് എന്താ ആർമീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ, ചിലത് ഗുഡ്സ് പോകാൻ വേണ്ടി. ബട്ട് ദിസ് ബ്രിഡ്ജ് വാസ് മെയ്ഡ് ടു ഇംപ്രസ് എ ഗേൾ. And that's the like main story. So ee bridge ennu parayunnathu there's a love story behind it. So in 80s ആണെന്ന് അവിടെ ഒരു ആളുണ്ടായിരുന്നു ലൈക്ക് വില്യം പുട്നി എന്ന് പറഞ്ഞ ആൾ. പുള്ളിക്ക് റിവർ അവോണിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ലാൻഡ് ഉണ്ടായിരുന്നു. ആ ലാൻഡ് പുള്ളിക്ക് നല്ലൊരു ഡെവലപ്പ് ചെയ്ത് നല്ലൊരു സിറ്റി ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങോട്ട് എത്താനൊരു വഴിയില്ല. ആൻഡ് ഫോർ ദാറ്റ് ഹി മെയ്ഡ് ദിസ് ബ്രിഡ്ജ്. അപ്പം സോ അതിന് വേണ്ടി ഒരു ആർക്കിടെക്ചറിനെ കോൺടാക്ട് ചെയ്തു. ആൻഡ് ദിസ് ബ്രിഡ്ജ് ഇസ് മെയ്ഡ് ഇൻസ്പയർഡ് വിത്ത് വെനീസ് ആൻഡ് ഫ്ലോറൻസ് ഡിസൈനേഴ്സാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈക്ക് രണ്ട് സൈഡിലും വി ഹാവ് ഇതിൻ്റെ ലൈക്ക് രണ്ട് സൈഡിലും വി ഹാവ് ഷോപ്സ്. ആൻഡ് രണ്ട് സൈഡിലും ഷോപ്സ് ഉള്ള ഒരു 4 ബ്രിഡ്ജസിൽ ഒരു ബ്രിഡ്ജ് ആണ് ലൈക്ക് നമ്മളിപ്പോൾ ഉള്ള ബ്രിഡ്ജ്. ആൻഡ് ഹിയർ ലൈക്ക് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും ഈ വാട്ടർഫോളിൻ്റെ. ആൻഡ് ദിസ് ഇസ് റിവർ അഗോൺ. Yeah, but we are from South India. Malayalam? Malayalam, yeah. Okay, that's it. ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനായിട്ട് നടക്കുമായിരുന്നു. അതൊരു സാൻഡി ബൺസ് ആണ്. അപ്പോൾ കുറച്ച് നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ ലൈക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ് എത്തി. അപ്പോൾ സ്ട്രീറ്റ് എത്തി കുറച്ച് നടന്നപ്പോഴത്തേക്കും ഒരു കട കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു ഷോപ്പ്. അപ്പോൾ അത് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ബ്രിജിറ്റൻ്റെ കുറേ ലൈക്ക് സ്ഥലം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബ്രിജിറ്റൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ഷൂട്ടിംഗ് ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ അകത്ത് മോദീസ് എന്ന് പറഞ്ഞ സ്ഥലം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ്. സോ വി ജസ്റ്റ് സോ സോ ഗായ്സ് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിൽ വന്നിട്ടുണ്ട്. സോ ഇത് ഒരു ഫേമസ് ബേക്കറിയാണ്.
ബാത്തിൽ. സോ ഇവിടുത്തെ ഇതിൻ്റെ കഥയുടെ പിന്നീട് കഥ എന്താണെന്ന് വെച്ചാൽ 16th ലൈക്ക് 1600 ആ സമയത്ത് ഫ്രാൻസിൽ നിന്ന് ഒരു റെഫ്യൂജി വന്നു. പുള്ളിക്കാരിയുടെ പേര് എന്നുള്ള പേര് സൊലാങ് ലുയോൺ. എനിക്കും പേര് കിട്ടുന്നില്ല. ആൻഡ് എന്നെപ്പോലെ തന്നെ ഇവിടുത്തെ ഇംഗ്ലീഷുകാർക്കും ആളുടെ പേര് പ്രൊണൗൺസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ആൻഡ് സോ ഇവിടെയുള്ള ലൈക്ക് ഇപ്പം എന്നെപ്പോലെ ഇവിടെയുള്ള ഇംഗ്ലീഷ് ലൈക്ക് UK വന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദേ ഗിവ് യു ആൻ ഇംഗ്ലീഷ് നെയിം. അതായത് നമ്മുടെ പേരിന് പകരം വേറൊരു ഇംഗ്ലീഷ് പേര് കിട്ടും. അത് ഈ 1660 ആ ഒരു സമയത്ത് തന്നെ ഇതുണ്ടായിരുന്നു ഇംഗ്ലീഷുകാരുടെ ഇടയിൽ. സോ ദേ സ്റ്റാർട്ടഡ് കോളിംഗ് ഹെർ സാലി ലുയിസ്. അങ്ങനെ പുള്ളിക്കാരി വന്നു, പുള്ളിക്കാരിയെ പേര് വിളിച്ചു. ആൻഡ് ഹെർ ബ്രെഡ്, ഒരു ബ്രോഷ്യർ ബ്രെഡ് പുള്ളിക്കാരി ഉണ്ടാക്കുമായിരുന്നു. ആൻഡ് ദാറ്റ് ബ്രെഡ് വാസ് ലൈക്ക് റിയലി ഫേമസ്. അപ്പം ഇത് ഈ ജോർജിയൻ ഏരിയയിലാണ് ഇത് സംഭവിക്കുന്നത്. ആൻഡ് ദാറ്റ് ബ്രെഡ് ഗോട്ട് റിയലി ഫേമസ് ആൻഡ് പീപ്പിൾ വെർ ലൈക്ക് റിയലി ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ആൻഡ് അങ്ങനെ ഈ ബേക്കറി എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ട് ഇപ്പം പ്രസന്റ് ഡേയിൽ വി ഹാവ് ദ ബേക്കറി ദ സെയിം ബ്രെഡ് ആസ് വെൽ ആസ് എ പാർട്ട് ടൈം മ്യൂസിയം. സോ ഇത് ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഹൗസസ് ഇൻ ബാത്ത് ആൻഡ് ഇറ്റ്സ് എ മ്യൂസിയംസ് പ്ലേസ് ആസ് വെൽ ആസ് ഇറ്റ് ഹാസ് എ cafe. So this is actually a really good place to try out. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ട്രൈ ചെയ്തത് വളരെ നല്ല അഭിപ്രായമായിരുന്നു. ആൻഡ് വെൻ വി കെയിം ക്യൂ ഭയങ്കര കൂടുതലായതുകൊണ്ട് വി കുഡൻറ്റ് ആക്ച്വലി ഗെറ്റ് ഇറ്റ്. സോ മേ ബി സം അതർ. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പം ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനോട് നടക്കുകയായിരുന്നു. സോ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ റോയൽ ക്രസൻ്റ് ആയിരുന്നു. സോ ഞങ്ങൾ ലഞ്ച് കഴിച്ച് സ്പോട്ടിൽ നിന്ന് റോയൽ ക്രസൻ്റ് നടക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ സമയത്തിന് ഒരു കൺസ്ട്രെയിൻ കാരണം ഞങ്ങൾ ചിലപ്പോൾ പോകുന്നില്ലാന്ന് വിചാരിച്ചായിരുന്നു. കാരണം ഇത് 5 മണിക്ക് ക്ലോസ് ആകുമല്ലോ. സോ അങ്ങനെ ലൈക്ക് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ ജെയിൻ ഓസ്റ്റൻ സെൻറ്റർ കണ്ടു. സോ ഞങ്ങൾ കയറുന്നില്ല കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 5 o'clock ആയി, ഇത് ക്ലോസ് ആവും. സോ ജെയിൻ ഓസ്റ്റൻ എന്ന് പറയുന്നത് ഇഫ് യു ആർ ഫൗണ്ട് ഓഫ് റെജൻസി എറ അല്ലെങ്കിൽ ജോർജിയൻ എറ, ആ സമയത്ത് ഒരു ലൈക്ക് വൺ ഓഫ് ദ മെയിൻ ഓതേഴ്സ് ആയിരുന്നു. ആൾ എഴുതിയ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് അങ്ങനെ ലൈക്ക് കുറേ notable works ഉണ്ട്. So this is like the Jane Austen Center and a place where that honors the author. ഗൈസ്, നമ്മളിപ്പോൾ നെക്സ്റ്റ് ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ലൊക്കേഷൻ ഈ സർക്കസ് എന്ന് പറയുന്നത് ലൈക്ക് പണ്ട് 1700s ലൈക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. സോ ഇറ്റ്സ് ലൈക്ക് ആ സമയത്ത് ലൈക്ക് ബാത്തിലോട്ട് ലൈക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വന്നപ്പോഴത്തേക്ക് അരിസ്റ്റോക്രാറ്റ്സ് അല്ലെങ്കിൽ അവരൊക്കെ ലൈക്ക് താമസിക്കാൻ വേണ്ടി ലൈക്ക് കുറച്ച് സ്ഥലങ്ങൾ നോക്കി. സോ അങ്ങനെ ലൈക്ക് സെലക്ട് ചെയ്തൊരു സ്ഥലമാണ് സർക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് ഇംഗ്ലണ്ടിൽ കാണുന്ന എല്ലാ സ്ട്രീറ്റും ലൈക്ക് സ്ട്രെയിറ്റ് ആണ്. ബട്ട് ഈ സ്ട്രീറ്റ് ലൈക്ക് ഒരു സർക്കിളിൽ 30 houses ബിൽഡ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ടു ദേ ആർ ലൈക്ക് ഐഡന്റിക്കൽ ആൻഡ് എക്സാക്ട്ലി ദ സെയിം. ആൻഡ് ദിസ് ഇസ് സർക്കസ്. ഗൈസ്, നമ്മൾ ലൈക്ക് വിസിറ്റ് ചെയ്തിരിക്കുന്ന 2 മെയിൻ അരിസ്റ്റോക്രാറ്റിക് ലൈക്ക് ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ്. സോ ഫസ്റ്റ് വി വെന്റ് ടു സർക്കസ്. അപ്പോൾ നിങ്ങൾ ഷേപ്പ് തന്നെ നോക്കുകയാണെങ്കിൽ ലൈക്ക് യു ക്യാൻ സീ ഇറ്റ് ആസ് ലൈക്ക് ഇൻ എ സർക്കിൾ. അപ്പോൾ ഒരു 30 houses ഐഡന്റിക്കൽ 30 houses ഒരു സർക്കിളിൽ ലൈക്ക് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു റോയൽ ക്രസൻറ്റ്. ഇതും ലൈക്ക് ആ ഒരു റീജൻസി പീരീഡിൽ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് യു ക്യാൻ സീ ദ ഷേപ്പ് ആസ് ദ ക്രസൻറ്റ് വൺ. സോ ബാക്ക് ടു ദ ടൂർ. ലെറ്റ്സ് ട്രാവൽ ബാക്ക് ടു റെജൻസി എറ. അപ്പോൾ റെജൻസി എറയിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഓക്കെ നമുക്ക് കുറച്ച് കാശ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യാം, ലൈക്ക് ഹൗ ക്യാൻ വി കൺവിൻസ് പീപ്പിൾ ലൈക്ക് നമുക്ക് കുറച്ച് ടേസ്റ്റ് ഉണ്ട്, നമുക്ക് കുറച്ച് കാശ് ഉണ്ടെന്ന്. സോ അവരെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ആർക്കിടെക്ചർ ആയിട്ടുള്ള ജോൺ യങ്ങിനെ ലൈക്ക് കോൺടാക്ട് ചെയ്തു. എന്നിട്ട് പുള്ളി ലൈക്ക് ബിൽഡഡ് ലൈക്ക് ഐഡന്റിക്കൽ ഒരു 30 houses ഫോർ ദം. സോ അതാണ് റോയൽ ക്രസൻറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് ദേ ഹാവ് ബിൽഡഡ് ആൻഡ് പെർഫെക്റ്റ്ലി ഐഡന്റിക്കൽ 30 houses in a curve. And in circus ആ ഒരു സ്ട്രീറ്റിൽ ഇറ്റ്സ് ബിൽഡ് ഇൻ എ സർക്കിൾ, സെയിം ആർക്കിടെക്ചർ തന്നെ. ആൻഡ് ഹിയർ like it's built in a curve. And this is Royal Crescent. And this Royal Crescent like നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും if you are watching like Digital and all. It's like the Featherington House. Featherington Houseന്റെ സീൻസ് ഒക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ലൈക്ക് ഓൾമോസ്റ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി. ആൻഡ് ബാത്തിൻ്റെ ഓരോ സ്ട്രീറ്റ്സും ഓരോ പ്ലേസസും ഒക്കെ വിസിറ്റ് ചെയ്തപ്പം ഇറ്റ് വാസ് ലൈക്ക് ടൈം ട്രാവലിംഗ് ടു എ ഡിഫറെൻറ്റ് സെഞ്ചുറി. ഓരോ ഏരിയയും നമ്മൾ പോകുമ്പോഴത്തേക്കും ഇറ്റ് ഹാഡ് ലൈക്ക് എ ഡിഫറെൻറ്റ് ഒരു വൈബ്. അതായത് നമ്മൾ ആദ്യം പോയ റോമൻ ബാത്തൊക്കെ ആയിരുന്നെങ്കിലും ഇറ്റ് ഹാഡ് ലൈക്ക് റൂയിൻസ് ഓഫ് ദ റോമൻ എംപയർ. പിന്നെ നമ്മൾ റെജൻസി എറയിലെയും ജോർജിയൻ എറയും ബേസ് ചെയ്തിട്ടുള്ള കുറേ സ്ഥലങ്ങൾ കണ്ടു. ആൻഡ് ദെൻ ലൈക്ക് നമ്മൾ ലൈക്ക് മൂവീസിലും സീരിയസ് അഡാപ്റ്റേഷൻസും ഒക്കെ കണ്ട കുറേ ലൊക്കേഷൻസ് ഒക്കെ കണ്ടു. സോ ബാത്ത് വാസ് ലൈക്ക് ആക്ച്വലി
both for us. And Bath had like a history of like almost like 1,000 years. And ഞങ്ങൾക്ക് like ആ ഒരു ഹിസ്റ്ററി കാണാനും ആൻഡ് ഇതൊക്കെ ലൈക്ക് മനസ്സിലാക്കിയിട്ട് ലൈക്ക് ഐ യൂസ് ചാറ്റ് ജി ബി ടി വെച്ചാണ് ഞാൻ ഈ ഐറ്റിനറി പ്ലാൻ ചെയ്തതും പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഓരോ സ്ഥലത്തിനെക്കുറിച്ചുള്ള അതിൻ്റെ സ്റ്റോറിയും ഡിസ്ക്രിപ്ഷനും ഒക്കെ മനസ്സിലാക്കിയതും. സോ ഇറ്റ് വാസ് ലൈക്ക് റിയലി ഹെൽപ്ഫുൾ ഫോർ us and I hope like നിങ്ങൾ കണ്ടവർക്കും like you got to know more about Bath and all that. So this is me signing off. My second work ഇനി അടുത്ത ലൊക്കേഷൻ ഇതിലും അടിപൊളിയാവട്ടെ.